സാംസങ്ങിന്റെ സാംസങ് ടാബ് S9 FE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 37,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S9 FE എന്ന ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 10.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. wqxga ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2304x1440 ആണ്. TFT LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല. AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇനി AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലെങ്കിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കായിരുന്നു. പക്ഷേ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 524 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.5 mm ആണ്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ടാബ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ടാബുകളിലൊന്നും IP68 റേറ്റിംഗ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ടാബിന്റെ ഗ്രേ, ലെവൻഡർ, മിന്റ്, സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ടാബുകളുടെ കാര്യത്തിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ OnePlusന്റെ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ MediaTek Dimensity 9000 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വേ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ടാബിൽ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ പാഡ് എന്നുള്ള ടാബ്ലറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് കൊടുത്തിരിക്കുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിന്റെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ AKG ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 8000 mAh ബാറ്ററി ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും നല്ലൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ കാര്യത്തിൽ 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 36,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഈ വെർഷന്റെ വില വരുന്നത് 44,999 രൂപയാണ്. പിന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 47,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 55,999 രൂപയാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5,000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ എക്സ്ചേഞ്ച് ഓഫേഴ്സും ഉണ്ട്. 3,000 രൂപയുടെ എക്സ്ട്രാ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 37,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് അത്ര മികച്ചൊരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പറ്റീഷനായിട്ട് OnePlus പാഡ് പോലുള്ള ടാബ്ലറ്റ് ഒക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlus പാഡ് എന്ന ടാബിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിന് പകരം OnePlus പാഡ് എന്ന ടാബൊക്കെ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.